അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹൈദർ കബീർ, ശബ്ദം ഓക്കെ ആണല്ലോ അല്ലേ? മൻസൂർ ഫൈസി, ഉമറുൽ ഫാറൂഖ്, റിയാസ് പിണങ്ങോട്, ഫൈസൽ, എല്ലാവരും സലാം അടക്കുന്നുണ്ട്. അപ്പോൾ ശബ്ദം കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, താങ്ക് യു. എല്ലാവരും കാണുന്നുണ്ട്. ഓൺലൈനിലെത്തിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് സലാം പറഞ്ഞാൽ ഇനി ഇടയിൽ ഞാനിങ്ങനെ ആ കമൻറ്റ് വായിച്ച് പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മിർസ ആത്മ എത്തിയിട്ടുണ്ട്. മൻസൂർ വൈസി വിളയൂർ. വളരെ മനോഹരമായ, നമ്മുടെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന പ്രണയത്തിൻ്റെ തെനറകൾ ചുരക്കുന്ന ഒരനുഭവമാണ്. അത്തരം ഒരാളുടെ വീട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ മദീനയിലെ ഈ സഞ്ചാരം എത്തി നിൽക്കുന്നത്. കാസിമിൻ്റെ ദശമംഗലം, ഷൗക്കത്തുല്ലത്ത്, റൈഹാന പാലാർ, അബൂജാസിം ഫൈസി. ഓക്കെ, ഒരാള് മരുഭൂമിയിലൂടെ നിറഞ്ഞ കണ്ണുകളോടെ യാത്ര പോവുകയാണ്. ആ മനുഷ്യന്റെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിട്ടുണ്ട്. കറുത്തു തടിച്ച ആ അധരപുടങ്ങൾ സങ്കടം സഹിക്കവയ്യാതെ വിതുമ്പി വിറയ്ക്കുന്നുണ്ട്. ആ വിതുമ്പൽ ചിലപ്പോഴൊക്കെ ഗദ്ഗതമായി അദ്ദേഹത്തിൻ്റെ നേർത്തു ചുരുണ്ട താടിരോമങ്ങളെ നനച്ച് കണ്ണുനീർ അശ്രുകണങ്ങൾ തുള്ളി തുളുമ്പി ഒഴുകുന്നുണ്ട്. മരുഭൂമിയുടെ സൈകത ശൈലങ്ങൾക്ക് മുകളിലൂടെ ആ മനുഷ്യന് യാത്ര പോകുന്നത് ഷാമിലേക്കാണ്. എന്തിനായിരിക്കും ഷാമിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കരയുന്നത്? അതിനൊരു കാരണമുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഈ പ്രപഞ്ചത്തിൽ സ്നേഹിച്ച ആരാണോ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി കറുത്ത് കുറിയ ഈ ശരീരത്തെ ഒരു യശോധാവല്യമാർന്ന വെള്ളപ്പിലേക്ക് ചേർത്തു പിടിച്ചത്, വെളുത്ത ശരീരത്തിലേക്ക് തൻ്റെ ജീവിതത്തിൽ ആദ്യമായി തന്നെ ചേർത്ത് പിടിച്ച മനുഷ്യൻ വഫാത്തായിരിക്കുകയാണ്. അതെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ യാത്ര. ആരാണ് ആ പോകുന്നയാൾ? മുഅദ്ദിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻ. എത്യോപ്യയിലെ റബാഹിന്റെ മകൻ, ഹുമാമയുടെ മകൻ. റബാഹ് എന്ന ഉപ്പയുടെയും ഹുമാമ എന്ന് പറയുന്ന ഉമ്മയുടെയും മകൻ. എത്യോപ്യയിൽ നിന്ന് അവർ സഞ്ചാരം ചെയ്യുമ്പോൾ എത്രയെത്ര അടിമച്ചന്തകളിലാണ് ഈ ചെറുപ്പക്കാരൻ വലിച്ചിഴക്കപ്പെട്ടത്. ഒട്ടകച്ചാണവും കുതിരച്ചാണകവും മണക്കുന്ന ഗ്രാമീണ ചന്തകളിൽ, നട്ടാവയിലത്ത് മരുഭൂമിയുടെ ഏതോ മരത്തിൻ്റെ ഇത്തിരിയൊക്കെ തണുപ്പുള്ള ഗ്രാമങ്ങളിൽ ഇയാൾ ഉയർത്തിയ പീഠങ്ങളിൽ നിർത്തപ്പെട്ടില്ല. പകരം ഒരുപാട് അടിമകൾക്ക് കൂടെ ചാണകമൂത്രം മണക്കുന്ന അടിമത്തെരുവുകളിലൂടെ വലിച്ചിഴച്ചപ്പെട്ട മനുഷ്യൻ. ആരൊക്കെയോ അവരുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി ആ പരുപരുത്ത മുഖകമലങ്ങളിൽ ആഞ്ഞാഞ്ഞു പ്രഹരിക്കുമ്പോഴും ഒരു തുള്ളി കണ്ണീർ വാർക്കാതെ കരിമ്പിന്റെ കരുത്തോടെ നിന്ന മനുഷ്യൻ. ഗതകാല സ്മരണകളിൽ നൊമ്പരങ്ങളല്ലാതെ മറ്റൊന്നും സമ്മാനിക്കാനില്ലാത്ത മനുഷ്യൻ.
ഔന്നത്യത്തിന്റെ ഒരു സദസ്സുകളിലും ആകർഷിക്കപ്പെടാതെ പോയ മനുഷ്യൻ, അവഗണനയുടെ ആഴങ്ങളിൽ തപിച്ചു കിടന്ന മനസ്സുമായി ജീവിച്ച ഒരു മനുഷ്യൻ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഇപ്പോഴാ മനുഷ്യൻ കരഞ്ഞു പോകുമ്പോൾ ആ പഴയ മനുഷ്യനല്ല. റസൂലുള്ളാഹി വഫാത്തായ ദിവസം അവിടുത്തെ ജനാസയൊക്കെ കണ്ടതിന് ശേഷം ആദ്യത്തെ ജമാഅത്തിന്റെ സമയമായപ്പോൾ ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹു ആണ് മദീനത്തെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നത്. ആ ബാങ്ക് അദ്ദേഹത്തിന് മുഴുമിക്കാനായിട്ടില്ല. പിന്നെ ഓരോ ഘട്ടങ്ങളിലും ബിലാലല്ല ബാങ്ക് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മദീനയിലെ ഈ പ്രയാണത്തിൽ മസ്ജിദുൻ നബവിയുടെ വലത്ത് കിഴക്കേ മൂലയിൽ മസ്ജിദു ബിലാൽ എന്ന് പറയുന്ന ഒരു പള്ളി ഇതാ ഇപ്പോൾ ദൃശ്യമാകുന്നുണ്ട്. മനോഹരമായ പള്ളിയാണ്. അതിൻ്റെ കുബ്ബ, അതിൻ്റെ മിനാരം പച്ച കളറിലാണ്. അതിൻ്റെ താഴെ ധാരാളം ഷോപ്പിംഗ് മാളുകളുണ്ട്. ആ മാളുകളിൽ, മാളെന്ന് പറഞ്ഞാൽ വലിയ ഷോപ്പിംഗ് മാൾ, കച്ചവട റൂമുകളുണ്ട്, ഷോപ്സുകളുണ്ട്. അവിടെയൊക്കെ കറുത്ത വർഗ്ഗക്കാരിങ്ങനെ തമ്പടിച്ച് കിടക്കുന്നത് കാണാം. ഞാൻ ഗസ് ചെയ്യുകയാണ്, മദീനയിലെ പല മഹാന്മാരുടെ പേരിലുള്ള പള്ളികളും അവരുടെ വീട് നിന്ന സ്ഥലത്താണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുവെങ്കിൽ ബിലാലിന്റെ വീടിന്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. റസൂലുള്ള വഫാത്ത് കഴിഞ്ഞു 3 ദിവസം കഴിഞ്ഞു. ആദ്യത്തെ ദിവസമേ ബാങ്ക് കൊടുത്തുള്ളൂ. അത് തന്നെ പകുതിയിൽ വെച്ച് അവസാനിപ്പിച്ചു. പിന്നെ വേറൊരു മുഅദ്ദിനാണ് ബാങ്ക് കൊടുക്കുന്നത്. അവിടുത്തെ മുബാറക്കായ ജനാസ മറവ് ചെയ്തു വിതുമ്പലടക്കാനാവാതെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്നു ബിലാൽ. പള്ളിയിലേക്ക് പോയില്ല. അപ്പോഴത്തേനും ഖലീഫ, അധികാരമേറ്റ അബൂബക്കർ ബിൻ അബീ ഖുഹാഫ കൊണ്ടുവരാൻ പറഞ്ഞു. ബിലാലിനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ബിലാൽ വന്നതൊരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ്. ബിലാലിനോട് പറഞ്ഞു, ബിലാലെ, ഇനി ബാങ്ക് നിങ്ങൾ കൊടുക്കണം. 3 ദിവസം നിങ്ങൾ മാറി നിന്നു. ഇനി നിങ്ങൾ ബാങ്ക് കൊടുത്തേ മതിയാവൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ബാങ്ക് കൊടുച്ച നിങ്ങളുടെ ആ അനുഗ്രഹീത സ്വനവേടകമുണ്ടല്ലോ, കാഴ്ചയിൽ അത്രമേൽ ഭംഗിയൊന്നുമില്ലാത്ത ബിലാലിന്റെ ആ ചെമന്ന ചുണ്ടുകൾ, കറുത്തു തടിച്ച ചുണ്ടുകൾക്കിടയിലൂടെ വാർന്നു വീഴുന്ന ബാങ്കിന്റെ ഒരു പ്രതിധ്വനിയുണ്ടല്ലോ, മദീനയുടെ താഴ്വാരം ഹർഷപുളകിതമായിരുന്നു. അപ്പോൾ അത്ര ആസ്വാദ്യകരമാണ് ബിലാലിന്റെ ബാങ്ക് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നിങ്ങൾ ബാങ്ക് കൊടുക്കണം. ബിലാൽ പറഞ്ഞു, പറ്റത്തില്ല, കഴിയുന്നില്ല. ഇത് സംസാരിക്കുമ്പോൾ അബൂബക്കറും ബിലാലും സംസാരിക്കുമ്പോൾ അവരുടെ 10 മീറ്റർ അടുത്തൊരു പുതിയ ഖബറുണ്ട്. ഐഷത്തു സിദ്ദീഖയുടെ വീട്ടിൽ അവിടെ കിടക്കുന്നതാരാണ്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ പറഞ്ഞു, പറ്റില്ല അബൂബക്കർ തങ്ങളെ. അബൂബക്കർ നിങ്ങൾ നിർബന്ധിച്ചു. നിങ്ങൾ റസൂലുള്ള നിങ്ങളെ മുഅദ്ദിനാക്കിയ ആളാണ്. മക്കാ ഫതഹിന്റെ നാളിൽ കഅബ മന്ദിരത്തിന്റെ മുകളിൽ കയറി ബാങ്ക് കൊടുത്തത് നിങ്ങളാണ്. മസ്ജിദുൻ നബവി നിർമ്മിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അവിടെ മുഴങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ബാങ്ക് കൊടുത്തേ പറ്റൂ. പറ്റില്ല അബൂബക്കർ, എനിക്ക് കഴിയില്ല അബൂബക്കർ. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ബിലാൽ പറഞ്ഞു, ഞാൻ ഷാമിലേക്ക് പോവുകയാണ്. അബൂബക്കർ തങ്ങളെ, എനിക്ക് വയ്യ. പൊന്നു സഹോദരങ്ങളെ, നിങ്ങളെ രംഗമൊന്ന് മനസ്സിലൊന്നിങ്ങനെ ഇമാജിനേഷൻ ചെയ്ത് നോക്ക്. എൻ്റെ രൂപവും ശബ്ദമൊക്കെ മറന്നിട്ട് കണ്ണ് ചിമ്മി മദീനയിലാണ് ഈ രംഗം. മദീനത്തെ പള്ളിയിൽ എനിക്ക് ഹബീബ് ചാരക്കിടക്കുമ്പോൾ അവിടുത്തെ പേര് പറയാൻ കഴിയുന്നില്ല. ഇനി ബാങ്ക് വിളിക്കാൻ പറ്റിയില്ലെങ്കിലും മദീനയിൽ എനിക്ക് താമസിക്കാൻ പറ്റുന്നില്ല. നമുക്ക് മനസ്സിലാകണമെങ്കിൽ പ്രണയത്തിൻ്റെ പവർ എന്താണെന്ന് അറിയണം. അപ്പോഴും അബൂബക്കർ നിർബന്ധിച്ചപ്പോൾ അവസാന കൈക്ക് സയ്യിദന ബിലാൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അബൂബക്കർ തങ്ങളെ, ഇൻ കുന്ത ഇസ്തറൈതനി ലിനഫ്സിക്, നിങ്ങൾ എന്നെ വാങ്ങിയത് പൈസ കൊടുത്ത് വാങ്ങിയത്. ആ ചരിത്രം നിങ്ങൾക്കറിയുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ മദീനത്ത് നമ്മൾ മക്കയിലേക്ക് പോകുന്നില്ല. ഉമയ്യത്തിന്റെ കിങ്കരന്മാർ ഫതഹായിന്റെ മണലാരണ്യത്തിൽ പാറക്കല്ല് നെഞ്ചത്ത് കയറ്റി വെച്ച് ആഞ്ഞാഞ്ഞടിക്കുന്നുണ്ട് ഈ ബിലാലിനെ റളിയല്ലാഹു അൻഹു. അപ്പൊ അബൂബക്കർ തങ്ങളാണ് പൈസ കൊടുത്തു വാങ്ങിയത്. അത് ഓർമ്മിച്ചിട്ട് ബിലാൽ പറയാണ്, ഇൻ കുന്ത ഇസ്തറൈതനി ലിനഫ്സിക്, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ പൈസ കൊടുത്തു വാങ്ങിയതെങ്കിൽ, അത് നിങ്ങളുടെ അടിമപ്പണിക്കാണെങ്കിൽ
ബിലാലിനെ വാങ്ങിയിട്ട് സ്വതന്ത്രനാക്കുകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തത്. അടിമ ജോലിക്ക് ഉപയോഗിച്ചിട്ടില്ല, ഒരു സെക്കൻഡ് പോലും ഉപയോഗിച്ചിട്ടില്ല. ഫഅംസിക്നി യാ അബൂബക്കർ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ പിടിച്ചു വെക്ക്, ഞാൻ നിങ്ങളുടെ അടിമയാണ്. യജമാനനെ കൽപ്പിക്കൂ, എന്നോട് ബാങ്ക് വിളിക്കാൻ കൽപ്പിക്കൂ അബൂബക്കർ, ഇവിടെ തന്നെ നിൽക്കൂ എന്ന് നിങ്ങൾ എന്നോട് കൽപ്പിക്കൂ. അടിമത്തഭാവം ബിലാലിൽ വന്നു. നിങ്ങൾ ഉടമയാണെങ്കിൽ, നിങ്ങൾ എന്നെ പൈസ കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ നിങ്ങൾ എന്നോട് കൽപ്പിക്കും. ആ വാക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു സഹിക്കാനായില്ല. ഹൃദയം പൊട്ടിയ വർത്തമാനം അബൂബക്കർ റളിയല്ലാഹു അൻഹു സഹിക്കാനായില്ല. ബിലാൽ ഇബ്നു റബാഹനെ തന്റെ നെഞ്ചത്തേക്ക് ചേർത്ത് പിടിച്ചു അബൂബക്കർ. അബൂബക്കർ റളിയല്ലാഹു അൻഹു സെമിറ്റിക് അറബിയാണ്, ആപ്പിൾ പൂവിന്റെ മനോഹരിതയുള്ള ഒരു സെമിറ്റിക് അറബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചേർത്ത് പിടിച്ച കവിളണകളിൽ തുരുതുര ചുംബിച്ചിട്ട് പറഞ്ഞു, വല്ലാഹ് യാ ബിലാൽ, വല്ലാഹി വല്ലാഹി. അബൂബക്കർ, ബിലാലെ നിങ്ങൾ അങ്ങനെ പറയരുത് കേട്ടോ. എന്നാൽ വസ്തറൈതുക ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ, അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കാനല്ലാതെ ഞാൻ അടിമയായിട്ട് വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് പൊയ്ക്കോളൂ. ഇനി ഖലീഫ എന്ന നിലക്കോ നിങ്ങളെ പൈസ കൊടുത്ത് വാങ്ങിയ ആള് എന്ന നിലക്കോ കൽപ്പിക്കാൻ ഞാൻ ആളല്ല. പൊയ്ക്കോളൂ ബിലാൽ, നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പൊയ്ക്കോളൂ. ആ യാത്ര പറച്ചിലാണത്. ആ യാത്ര പോകുന്ന ബിലാലിനെയാണ് നമ്മൾ മദീനയിൽ വെച്ച് ഇപ്പോൾ കണ്ടത്. റസൂലുള്ളാഹിന്റെ റൗള ശരീഫിൽ സലാം ചൊല്ലി എത്ര നേരമാണ് ഇങ്ങനെ നിന്നറിയില്ല. അബൂബക്കർ തങ്ങൾക്ക് മനസ്സിലായി ബിലാൽ ദേഷ്യം കൊണ്ട് പറഞ്ഞ വാക്കല്ല അത്, യജമാനനെ കൽപ്പിച്ചാലും എന്ന് പറഞ്ഞത്. ആ വാക്ക് പറഞ്ഞാൽ അബൂബക്കർ വിട്ടയക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. മരുഭൂമിയിലൂടെ ഇങ്ങനെ പോവുകയാണ് ബിലാൽ. 1500-ലേറെ മൈലുകൾക്കപ്പുറമുള്ള ഷാമിലേക്ക്. ഹബീബിങ്ങളെ, ഞാൻ ഒരുപാട് ആലോചിച്ചൊരു സംഭവമാണത്. ബിലാൽ എന്തിനാണ് ആ പ്രണയത്തിൻ്റെ രാക്കുയിൽ, എന്തിനാണ് മദീനയിലെ ഈന്തയോലകളുടെ ഹരിതചാമരങ്ങൾക്ക് താഴെ നിന്ന് ദൂരെ ദൂരെ ഷാമിലേക്ക് ഒറ്റപ്പെട്ട് ഏകാന്തനായി പോയത്? 1000 വട്ടം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എന്തിനായിരിക്കും ബിലാൽ പോയത്? ഞാനും നിങ്ങളും എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? മദീന കാണണം. ഇതിന് താഴെ വരുന്ന കമൻസുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് എന്താണ്? മദീന കാണാൻ ഒന്ന് ദുആ ചെയ്യണേ എന്നാണ്. പക്ഷെ ആ മദീനയിൽ നിന്ന് ബിലാൽ പോവുകയാണ്. ദാറ്റ്സ് എ കെമിസ്ട്രി ഓഫ് ലവ്. ഇത് പ്രണയത്തിന്റെ ഒരു രസതന്ത്രമാണ്. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ ഒരു പൊതുവേദിയിൽ വെച്ച് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പ്രണയം എന്ന് പറയുന്നത് ഫ്രെയിമുകൾക്ക് അതീതമായ ഒരു സംഭവമാണ്. ഹുബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് അതിന് നമുക്കൊരു ഫ്രെയിം ഇടാൻ പറ്റത്തില്ല. എൻ്റെ മനസ്സിലെ സ്നേഹമായിരിക്കില്ല നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ മനസ്സിലെ സ്നേഹമായിരിക്കില്ല എൻ്റെ മനസ്സിൽ. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വികാരമായിരിക്കില്ല ഉമർ റളിയല്ലാഹുവിന്. ഇമാം മാലിക് തങ്ങൾ ചെരുപ്പിട്ടിട്ടില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. ചെരുപ്പിടൽ തെറ്റായിട്ടാണ്. ഇമാം മാലിക്കിനേക്കാൾ മഹാന്മാരായ ചില ആളുകൾ അവിടെ ചെരുപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇമാം മാലിക് ചെരുപ്പിടാതിരുന്നത്? സർ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ മദീന കണ്ടിട്ടില്ല, അയാൾക്ക് സ്നേഹമില്ലായിട്ടാണോ? ജവാബെ ശിക്വയും എഴുതിയ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഒരു കടലാണ് മുഹബ്ബീങ്ങളെ. ഹുബ്ബ് എന്ന് പറയുന്നത് ഒരു കടലാണ്. നമുക്കത് മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബിലാൽ പോവുകയാണ് ഷാമിലേക്ക്. ആ കാഴ്ചയാണ് തൊട്ട് മുമ്പ് മദീനയിൽ വെച്ച് നമ്മൾ കാണുന്നത്. മാസങ്ങളേറെ കടന്നുപോയി. മാസങ്ങളല്ല, വർഷവും കടന്നു പോയിട്ടുണ്ടാവും. ഒരു രാത്രി ബിലാൽ തൻ്റെ പത്നിയോടൊപ്പം കിടന്നുറങ്ങുകയാണ്. ഹിന്ദ് എന്ന് പറയുന്ന പത്നി. കിടന്നുറങ്ങുന്ന വേളയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ, അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ, സ്വപ്നത്തിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പറയുന്നുണ്ട്, ബിലാലെ, എങ്ങനെയാണ് ഞാൻ നിങ്ങളോടത് പറഞ്ഞ് അവതരിപ്പിക്കുക? റസൂലുള്ള ഇങ്ങോട്ട് വന്നിട്ട് ക്ഷണിക്കുകയാണ്. തന്നെ കാണാൻ ഇങ്ങോട്ട് വന്ന് റസൂൽ ക്ഷണിക്കണമെങ്കിൽ ബിലാൽ ഇബ്നു റബാഹയുടെ മഹത്വം എന്താണെന്ന് ആലോചിച്ച് നോക്കും. മാ ഹാദിഹിൽ ജഫാ യാ ബിലാൽ. എന്താണ് ഈ വിരഹത്തിൻ്റെ, എന്താണ് ഈ
വിട്ടു നിൽക്കുന്നതിൻ്റെ അർത്ഥം ബിലാലെ? നിങ്ങൾ എന്താണ് ജഫാനി, നിങ്ങൾ എന്നെ ഒഴിവാക്കാൻ കാരണം എന്താണ്? ആരാണ് ഇത് ചോദിക്കുന്നത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വപ്നത്തിൽ. അമാ തസൂറുന, നിങ്ങൾ എന്നെ സന്ദർശിക്കുന്നില്ലേ ബിലാലെ? നിങ്ങൾക്ക് എന്നെ കാണാൻ തോന്നുന്നില്ലേ ബിലാലെ? റസൂലുള്ളാഹി വഫാത്തായിട്ടില്ലേ? വഫാത്തതിന് ശേഷമല്ലേ? അപ്പോൾ റസൂലുള്ളാഹി എന്നെ കാണാൻ വരണം എന്നൊക്കെ പറയുമ്പോൾ ഖബർ കാണാൻ വരണം എന്നല്ലേ ഈ പറയുന്നത്? ഖബറിൻ്റെ അരികിൽ വന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, വന്നയാൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓൾറെഡി ബിലാലിനെ കാണാൻ പറ്റും. നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല, അത്ര മനസ്സിലായാൽ മതി തൽക്കാലം. വന്ന ആൾക്കും റസൂലുള്ളാഹിനെ കാണാൻ പറ്റും. ഖബറല്ല, നമ്മളൊക്കെ പോയി ഖബറല്ലേ കാണുന്നത്? ശംസുൽ ഉലമ മുത്തുപ്പേട്ടയിലെ, തഞ്ചാവൂരിലെ മുത്തുപ്പേട്ടയിലെ ദാവൂദുൽ ഹക്കീം തങ്ങളുടെ ഹദറത്തിൽ ചെല്ലുമ്പോൾ ഇൻട്രാക്ട് ചെയ്തിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അതിന് ദൃക്സാക്ഷിയായ ആൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹം മഹാനായ ഒരു പണ്ഡിതനാണ്. ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ആളല്ല അദ്ദേഹം. അങ്ങനെയാണ് ഈ തങ്ങളുടെ സംഘടനയുടെ നേതാവിനോടുള്ള താല്പര്യം കൊണ്ട് ഘോഷിക്കപ്പെടുന്ന ചമൽക്കാരങ്ങളായ കഥകളാണെന്ന് തെറ്റിദ്ധരിക്കും. അല്ല, അദ്ദേഹം ഒരു സംഘടനയുടെ ആളല്ല. എന്നാൽ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ആദരിക്കുന്ന മഹാനായ ഒരു പണ്ഡിതനാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ പേരൊന്നും പറയുന്നില്ല. അദ്ദേഹം ദൃക്സാക്ഷിയാണ് ദാവൂദുൽ ഹക്കീമിനോട് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കഴിവുള്ളവരുണ്ട്. നമുക്ക് റൗളയിലൊന്നും പോകാൻ തൗഫീഖ് നൽകട്ടെ. കാണൽ പിന്നെയല്ലേ, നേരിട്ട് സ്വപ്നത്തിൽ ഇങ്ങനെ കാണാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ബിലാൽ റളിയല്ലാഹു എന്നെ കാണാൻ വരുന്നില്ലേ എന്ന് ചോദിച്ചാൽ എൻ്റെ ഖബറ് കാണാൻ വരും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ല, പരസ്പരം കാണാൻ വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹിക്ക് ബിലാൽ ഷാമിലായാലും കാണാൻ പറ്റുമല്ലോ. സ്വപ്നത്തിൽ വരുന്ന റസൂലുള്ളാഹിക്ക് ഷാമിലായാലും ബിലാലിനെ കാണാൻ പറ്റും. പിന്നെ ഇതിനെ മദീനയിലോട്ട് വരാൻ പറഞ്ഞത് അത് ലൈവ് ഇൻട്രാക്ഷന് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഇത്തരം ഒരു ഫിലോസഫി ആദ്യമായിട്ട് അവൻ കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല, എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ഈ വിഷയത്തെ നോക്കി കണ്ട ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നിയ ഒരു ഭ്രാന്തൻ ചിന്തയാവും. തെറ്റാണെങ്കിൽ അള്ളാഹു പുറത്തു വരട്ടെ. ഞാൻ ആലോചിച്ചൊരു വിഷയം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. വഫാത്തിന് ശേഷം ഖബറിൽ കിടക്കുന്ന നബി സ്വപ്നദർശനത്തിൽ പോയി ബിലാൽ ഇങ്ങോട്ട് വരും എന്ന് പറയേണ്ട കാര്യം എന്താണ്? ഷാമിലുള്ള ബിലാലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണാൻ പറ്റില്ലേ? പക്ഷെ അത് ലൈവ് ഇൻട്രാക്ഷന് വേണ്ടിയിട്ടാണ്. ഈ സ്ട്രീമിങ് കഴിഞ്ഞ് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചു നോക്കും. ഏതായാലും ബിലാൽ ഞെട്ടി ഉണരുകയാണ്. ഹബീബ് തന്നെ ക്ഷണിക്കുകയാണ്. അന്ന് പുലരും വരെ ഇരുന്ന് കരഞ്ഞു ബിലാൽ. ഷാം എന്ന് പറയുന്നത് മദീനയിൽ നിന്ന് 1500-ലേറെ കിലോമീറ്റർ മൈലുകൾക്കപ്പുറത്തുള്ള ഒരു പ്രദേശമാണ്. ഒട്ടകത്തെ റെഡിയാക്കി 40 ദിവസത്തെ വഴി ദൂരമുണ്ട് ഷാമിൽ നിന്ന് ഇങ്ങോട്ട്. ഒട്ടകം അങ്ങനെ കണ്ടിന്യൂസ് ആയി സഞ്ചരിക്കാൻ പറ്റത്തില്ലല്ലോ. 7 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 ദിവസം കഴിയുമ്പോൾ വിശ്രമിക്കണ്ടേ. അങ്ങനെ 40 ദിവസം. നമ്മൾ കേരളത്തിൽ 1500 മൈല് 2000 മൈലും ചിന്തിച്ചു നോക്കൂ. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള, ട്രിവാൻഡ്രം വരെയുള്ള കിലോമീറ്റർ എത്രയാണ് നിങ്ങൾക്ക് അറിയോ? ഏകദേശം ഒരു 700-800 കിലോമീറ്റർ വരത്തുള്ളൂ. അതിൽ കൂടുതലില്ല. കേരളത്തിലൊരു അങ്ങേയറ്റം അങ്ങനത്തെ. അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് കൂട്ടി നോക്ക്. അപ്പം യാത്ര തുടർച്ചയായ യാത്രയല്ല, വിശ്രമിക്കേണ്ടി വരും. അങ്ങനെ ബിലാൽ തൻ്റെ ഭാര്യയോട് യാത്ര പറഞ്ഞ് തൻ്റെ ഒട്ടകപ്പുറത്ത് ഷാമിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം വരികയാണ് അൽ മദീനത്തുൽ മുനവ്വറയിലേക്ക്. ഞാനെപ്പോഴും ആലോചിച്ച് നോക്കുന്നത്, നമ്മൾ മദീനയിൽ ഇങ്ങനെ നിന്ന് കണ്ണ് ഇമ്മി ആലോചിക്കുകയാണ്. ഷാമിൽ നിന്ന് ബിലാൽ പുറപ്പെടുമ്പോൾ എങ്ങനെയായിരിക്കും രംഗം? ആ മനസ്സിങ്ങനെ തപിക്കുന്നുണ്ടാകില്ലേ തൻ്റെ നായകനെ കാണാൻ വേണ്ടിയിട്ട്? ക്ഷണിച്ചു പോകുന്ന അതിഥിയാണ്. നമ്മളൊക്കെ ക്ഷണിക്കാതെ, റസൂലുള്ള ക്ഷണിക്കാതെ പോകുന്ന ആളുകളാണ്. ഖ്വാജാ അജ്മീർ മുഈനുദ്ദീൻ ചിസ്തി പലരെയും ക്ഷണിക്കാറുണ്ടത്രേ, ക്ഷണിച്ചിട്ട് പോകാറുണ്ടത്രേ. നമ്മളെ റസൂലുള്ള ഒരിക്കലെങ്കിലും മോനെ ബഷീറെ ഒന്ന് കാണാമായോ മദീനയിലേക്കെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു ക്ഷണവുമില്ലാതെ നമ്മൾ ചെല്ലുന്ന ആൾക്കാരാണ്. ബിലാൽ ക്ഷണിക്കപ്പെട്ടു വരുമ്പോൾ ഈ 1500 മൈല് സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വികാര താരള്യം എന്തായിരിക്കും? ആ ഹൃദയത്തിൻ്റെ നിമ്നോന്നതികൾ എന്തായിരിക്കും? എനിക്ക് അങ്ങനെയൊക്കെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്.
അത്രയും ദൂരം അദ്ദേഹം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാണ്. തപിക്കുന്ന മനസ്സുമായിട്ടാണ് അവർ. അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഓർമ്മകൾ ഇരമ്പിപ്പാഞ്ഞു പോയിട്ടുണ്ടാവും. ഒരിക്കൽ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാലിനെ കറുത്തവളുടെ പുത്ര എന്ന് വിളിച്ചു. എന്തോ ഒരു ദേഷ്യമോ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹുവിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉമയ്യത്തിൻ്റെ ചാട്ടവാറടിയും കരിങ്കല്ലിൻ്റെ ദണ്ഡനമൊക്കെ ഏറ്റുവാങ്ങിയ ബിലാലിന് പക്ഷേ ഒരു വാക്കിൻ്റെ നൊമ്പരം സഹിക്കാൻ കഴിഞ്ഞില്ല. പൊട്ടിക്കരഞ്ഞു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ പ്രതാപിയായ സഹാബിയാണ്. ദ ലെജൻഡ് ഓഫ് ഇസ്ലാമിക് ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന സഹാബിയാണ്. റസൂലുള്ളാഹ് ഒറ്റക്ക് പുനരുത്ഥാനത്തിന് വരും എന്ന് പറഞ്ഞ സഹാബിയാണ്. റബദ എന്ന മണൽക്കാട്ടിൽ ഒറ്റക്ക് കിടന്ന സഹാബിയാണ്. ഖലീഫമാരുടെ കാലത്ത് നവോത്ഥാന നായകൻ എന്ന പേരിൽ നിന്ന് മദീനയിൽ നിന്ന് നാട് കടത്തപ്പെട്ട സഹാബിയാണ്. ധീരനായ സഹാബിയാണ്. ഗിഫാർ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൻ്റെ കൊള്ളത്തലവനായിരുന്നു. ബിഫോർ ഇസ്ലാം അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് കാട്ടുകൊള്ളക്കാരനായിരുന്നു. അപ്പോൾ ആൾ പ്രതാപിയ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. റസൂലുള്ളാഹിയോട് വന്ന് പുണ്യൻ ബിലാൽ പറഞ്ഞു, റളിയല്ലാഹു അൻ, യാ റസൂലല്ലാഹ്, ഈ ഇസ്ലാമിലേക്ക് വരുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഇവിടെ സമഭാവനയാണ്, വിഭാഗീയതയില്ല എന്നൊക്കെയാണ്. ഞാൻ അവഗണനയുടെ ആഴങ്ങളിൽ കിടന്നു വന്നയാളാണ്. പക്ഷേ കറുത്തവൻ്റെ പുത്ര എന്ന് എന്നെ അബൂദർ വിളിച്ചു നബിയെ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നബിയെ. അള്ളാഹുവിൻ്റെ റസൂലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. എവിടെ അബൂദർ ഗിഫാർ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. അബൂദർ എടുത്തു വന്നപ്പോൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അബൂദറെ, കുഫ്രിയത്തിൻ്റെ അവസാനത്തെ അടയാളം ഇപ്പോഴും നിങ്ങളിൽ ബാക്കിയുണ്ട്. യാ അല്ലാഹ്, ഗീബത്ത് പറഞ്ഞതിനെ കുറിച്ചാണ്, ഒരു മനുഷ്യന് ഇഷ്ടമില്ലാത്തതിനെ സംസാരിച്ചതിനെ കുറിച്ചാണ് ആ വാക്ക്. ഞെട്ടിപ്പോയി അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു. ബിലാലിനെ ഇങ്ങനെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ബിലാലെ, മാപ്പ് നൽകണം ബിലാലെ, തെറ്റുപറ്റിയതാണ്. അവരുടെ മനസ്സിലൊന്നും അപ്പോൾ ആഢ്യ മനോഭാവം ഇല്ല. സന്ദർഭവശാൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് ബിലാലെ, ഞാൻ ഈ മരുഭൂമിയിൽ മലർന്ന് കിടക്കാം ബിലാൽ. നിങ്ങൾ അങ്ങയുടെ കറുത്ത പരുപരുത്ത കാൽപാദം കൊണ്ട് എൻ്റെ നെഞ്ചത്തും മുഖത്തും ചവിട്ടു ബിലാൽ. നിങ്ങൾക്ക് ദേഷ്യം തീരുന്നത് വരെ എന്നെ ഒന്ന് ചവിട്ടു ബിലാൽ. ഒരു മഹാപ്രവിശ്യയുടെ അധിപനായിരുന്ന അബൂദർ ഗിഫാർ എന്ന് പറയാം. എന്നിട്ട് മരുഭൂമിയിലേക്ക് അദ്ദേഹം ചെരിഞ്ഞു വീഴാൻ പോയപ്പോൾ ബിലാൽ ഓടിച്ചൊന്ന് പിടിച്ചു. കെട്ടിപ്പിടിച്ച് അബൂദർ ഗിഫാരിയെ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞ, അബൂദർ തങ്ങളെ, നിങ്ങൾ നിലത്ത് കിടക്കുകയോ ഞാൻ അങ്ങയെ ചവിട്ടുകയോ വേണ്ട കേട്ടോ. ഞാൻ എൻ്റെ വിഷമം കൊണ്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞതാണ്. ഇപ്പം എനിക്ക് പ്രശ്നമില്ല. ഇത് കണ്ട് തൻ്റെ പ്രിയപ്പെട്ട സഹാബാക്കൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നത് കണ്ട് തൊട്ടയപ്പുറത്ത് ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിറഞ്ഞ കണ്ണുകളോടെ അത് കണ്ടു നിന്നു. ഞാൻ ചില ഓർമ്മകളുടെ ഇരമ്പലുകൾ ബിലാലിനെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും എന്ന് പറയാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ്. മക്കം ഫതഹിന്റെ നാളിൽ വിജിഗീഷുവായി ദിഗ്വിജയിയായി പ്രവാചകൻ മക്കയിലേക്ക് പ്രവേശിച്ചു. കഅബ മന്ദിരത്തിന്റെ ഉള്ളിൽ കയറി നിസ്കാരം നിർവഹിച്ച് അവിടെ ചെയ്യേണ്ട ചില പ്രാഥമികമായ കർത്തവ്യങ്ങളും ശുദ്ധീകരണ പ്രക്രിയകളും ചെയ്തു പുറത്തേക്കിറങ്ങി. ആഹ്ലാദഭരിതമാണ് മക്ക. ഇസ്ലാമിൻ്റെ യശോധന്യമായ വെള്ളക്കൊടികൾ പാറുകയാണ്. അപ്പോൾ പ്രവാചകൻ ഒരു പ്രഖ്യാപനം, എവിടെ ബിലാൽ, എവിടെ? ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് ആ കുറിയ മനുഷ്യൻ, എത്യോപ്യക്കാരനായിരുന്ന അടിമയായിരുന്ന സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു വന്നു. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു മുത്തുനബി പറയാണ്, ബിലാലെ, കഅബയുടെ മുകളിലേക്ക് കയറ്, എന്നിട്ട് ഇസ്ലാമിന്റെ വിജയപ്രഖ്യാപനം നടത്ത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അമരനാഥം ജബൽ ഉമറിന്റെയും ജബലുൽ കഅബയുടെയും ജബൽ ഖുബൈസിന്റെയും ഉച്ചിയിൽ കിടന്ന് പ്രശോഭിക്കട്ടെ. നിങ്ങൾ തൗഹീദിന്റെ മുദ്രാവാക്യം വിളിക്കും. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ദിവസത്തിന്റെ വിക്ടറി ഡേയുടെ സെലിബ്രേഷന്റെ അന്ന് ചരിത്രത്തിലെ സെമിറ്റിക് അറബിയായ അബൂബക്കറിനെ അല്ല റളിയല്ലാഹു അൻഹു മുത്തുനബി വിളിക്കുന്നത്. ധീരനായ അലി റളിയല്ലാഹു അൻഹുവിനെ അല്ല വിളിക്കുന്നത്. ഖത്താബിന്റെ മകൻ ഉമറിനെ അല്ല റളിയല്ലാഹു അൻഹും വിളിക്കുന്നത്
അധസ്ഥിതനായി പിറന്ന, ഇപ്പോഴങ്ങനെ പറയാൻ പാടില്ല, പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ, അധസ്ഥിത ഗോത്ര പാരമ്പര്യത്തിൽ വളർന്നു അവഗണനയുടെ ചുടുനിലങ്ങളിലൂടെ സഞ്ചാരം ചെയ്ത, കുതിരാലയങ്ങളുടെയും ഒട്ടകാലയങ്ങളുടെയും ചാണകക്കൂമ്പാരങ്ങളിൽ അന്തിയുറങ്ങേണ്ടി വന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട അപരവൽക്കരിക്കപ്പെട്ട ആ ജന്മത്തെ ചേർത്ത് പിടിച്ച് മുത്തുനബി പറഞ്ഞു, നിങ്ങൾ വിളിച്ചു പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കഅബയിലേക്ക് ഇങ്ങനെ കയറാൻ ബിലാൽ ശ്രമിച്ചു. പരുപരുത്ത മനുഷ്യൻ, കഴിയുന്നില്ല. ഹബീബായ നബി തന്റെ കൈ ഇങ്ങനെ വെച്ചു, നൂറാനിയത്തിന്റെ കൈകൾ. എന്നിട്ട് ബിലാലിനോട് പറഞ്ഞു, ചവിട്ടു ബിലാൽ, എന്നിട്ട് കയറ് മുകളിലേക്ക്. ബിലാൽ ത്രസിച്ചു പോയി. ആരുടെ കയ്യിൽ? ഹബീബായ നബിയുടെ കയ്യിൽ ചവിട്ടാനോ? ഹബീബ നബി ഉത്തരവിട്ടു, ചവിട്ടു, നിങ്ങൾ കഅബയുടെ മുകളിൽ ചവിട്ടാൻ പോവുകയാണ്. പിന്നെയാണ് എൻ്റെ കൈ. ഹബീബിന്റെ ഉത്തരവ് വന്നപ്പോൾ പിന്നെ പാലിക്കാതിരിക്കാൻ കഴിയില്ല. കയ്യിൽ ചവിട്ടി കഅബയുടെ മുകളിൽ പോയി ഇസ്ലാമിന്റെ വിജയപ്രഖ്യാപനം നടത്തുന്ന മനുഷ്യന്റെ ചിത്രം ഒന്നാലോചിച്ച് നോക്ക്. എന്തൊരു രോമാഞ്ചമായിരിക്കും. കേൾക്കുന്നവർക്ക് മാത്രമല്ല, അദ്ദേഹത്തിന് പോലും. ഗോത്രം മഹിമയുടെ മഹാ ആഢ്യ മനോഭാവം പുലമ്പുന്ന അറബികൾക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് എത്യോപ്യയിലെ ഏതോ ഗ്രാമത്തിൽ പുഴുവിനെ പോലെ ജീവിച്ച ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഹബീബായ നബിയെ സാക്ഷി നിർത്തി പ്രഖ്യാപിക്കും. ഒരു മനുഷ്യന് ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഫിലിപ്പ് കെ ഹിറ്റി ദ ഹിസ്റ്ററി ഓഫ് അറബ് എന്ന ഗ്രന്ഥത്തിൽ ഈ രംഗം ആവേശത്തോടെ പറഞ്ഞ് ഞാൻ മുമ്പൊരിക്കൽ പറയുന്നുണ്ടായി. വിത്തൗട്ട് പാലസ്, വിത്തൗട്ട് എ ബോഡി ഗാർഡ്, വിത്തൗട്ട് സ്റ്റാൻഡിംഗ് ആർമി, വിത്തൗട്ട് എ ഫിക്സഡ് ഡെപ്പോസിറ്റ്, മുഹമ്മദ് Prophet Muhammad is the only wonderful man in world history and legend of world history. ഫിലിപ്പ് കെ ഹിറ്റി ത്രസിച്ചു പോയ രംഗമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു മടക്ക യാത്രയിൽ അത് ആലോചിക്കുന്നുണ്ടാകില്ലേ? അദ്ദേഹം 40 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മദീനയിൽ എത്തിച്ചേരുകയാണ്. മദീന സുഖസുഷ്പതിയിൽ ഉറങ്ങുന്ന ഒരു പതിര പിന്നിട്ട 4-ാം യാമത്തിലാണ്. സുബഹിയോടെ ഏതാണ്ട് അടുത്ത സമയം. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട് പള്ളിയിൽ. ബിലാലിനോട് ബാങ്ക് വിളിക്കാൻ പറയുന്നു. ഒരു അഭിപ്രായ പ്രകാരം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നുണ്ട്. ആര് പറഞ്ഞു എന്നത് അവിടെ നിൽക്കട്ടെ. ബിലാൽ പറഞ്ഞു, ഞാൻ ബാങ്ക് കൊടുക്കാൻ വേണ്ടി വന്നതല്ല, ഹബീബിനെ കാണാൻ വേണ്ടി വന്നതാണ്. സലാം പറഞ്ഞ് ഏറെ നേരം കണ്ണീര് വാർത്ത റസൂലുള്ളാഹിനോട് സംസാരിച്ചു. ആ ഖബർ ഷരീഫിന്റെ മുന്നിൽ ഇരുന്ന് ആത്മകഥം ചെയ്തു ബിലാൽ റളിയല്ലാഹു. ഓർമ്മകൾ ഇരമ്പി വരാതിരിക്കുമോ? ബിലാലിനെ ചേർത്ത് നടന്നുപോയ മദീന അൽ മുനവ്വറയുടെ മണ്ണല്ലേ. പക്ഷെ നിർബന്ധത്തിന് വഴങ്ങി അന്ന് സുബഹി ബാങ്ക് കൊടുക്കും. നമ്മൾ പലവട്ടം കേട്ടതാ. ഞാൻ വേറൊരു വൈകാരിക തലത്തിൽ നിന്ന് പറയാം. ബാങ്ക് വിളിക്കത് പൂർത്തീകരിക്കാൻ ബിലാലിന് കഴിയുമോ? ഞാനും ആലോചിച്ചു റൗളയിൽ എത്തുമ്പോഴൊക്കെ, ഇവിടുത്തെ ഇക്കാലത്തെ മുഅദ്ദിൻമാർ എങ്ങനെയാണ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുക? അത് പറയുമ്പോൾ ഞാൻ മുഹമ്മദിനെ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ട് 10 മീറ്റർ അപ്പുറം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് കിടക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അത് പറയുന്നത് ആലോചിച്ച് നോക്കിയേ. അശ്ഹദു അന്ന മുഹമ്മദ എന്ന് പറയുമ്പോൾ തൊട്ടയടുത്ത് പുണ്യനബി ഇരിക്കുകയാണ്. നമ്മൾ ബാങ്ക് വിളിക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ബാങ്ക് വിളിക്കുമ്പോൾ തോന്നില്ല. വേണ്ട, നിങ്ങൾ എന്തെങ്കിലും റൗള ഷരീഫിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടുന്ന് ബാങ്ക് മുഴങ്ങിയാൽ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത റസൂലുള്ളാഹി അത് കേൾക്കുന്നു എന്ന് നമ്മൾ എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടോ? ബിലാൽ അശ്ഹദു അന്ന പറയുമ്പോൾ ഹബീബായ റബി ഖബർ ഷരീഫിലുണ്ട്. എന്താണ് ബിലാലിന്റെ മനസ്സിലപ്പോൾ തോന്നിയ വികാരമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ബിലാൽ എന്തിനാണ് അശ്ഹദു അന്ന മുഹമ്മദ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ ബോധരഹിതനായി വീണുപോയത്? എനിക്ക് പറയാനറിയില്ല. പ്രഭാഷകന്മാരുടെ അവരുടെ മികവിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. എനിക്കത് പറയാൻ ധൈര്യം വരുന്നില്ല. ഞാൻ പറഞ്ഞാലത് തെറ്റാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ബിലാൽ അപ്പോൾ ഹബീബായ നബിയെ കാണുന്നുണ്ടാകണം. ഹബീബായ നബി ബിലാലിന്റെ ബാങ്ക് കേട്ട് ചിരിക്കുന്നത് കണ്ടപ്പോൾ ബിലാലിന് നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ടോ? അതുകൊണ്ടായിരിക്കും ബിലാൽ വീണുപോയത്. ആ പുലർച്ചക്ക് തന്നെ ബിലാൽ മടങ്ങുകയാണ്. തൂലികകൾ നൃത്തം ചെയ്ത മദീനത്തുൽ മുനവ്വറ. ആളുകൾ കാണാൻ കൊതിച്ച് ഹൃദയത്തിന് ചിറകു തുന്നി പറന്നുപോയി.
റൗള ഷരീഫിന്റെ മുകളിൽ ഒന്ന് വീണെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന മദീനത്തുൽ മുനവ്വറയിൽ നിന്ന് പ്രണയത്തിന്റെ രാക്കുയിൽ സലാം പറഞ്ഞു വിട പറയുക. നിൽക്കാൻ പറ്റുന്നില്ല. ദാറ്റ്സ് എ കെമിസ്ട്രി ഓഫ് ലവ്. ഷാമിലേക്ക് പോയി. സലാത്തിൽ മാത്രമാണ് ഷാമിൽ അദ്ദേഹം ജീവിച്ചത്. കുറെ വൈകിയില്ലേ? ബിലാലിന്റെ വീട്ടിൽ നമുക്ക് ഇറങ്ങാം. അവിടുത്തെ മരണത്തിന്റെ തലേ രാത്രി രോഗാവസ്ഥയിൽ കിടക്കുന്ന, മരണം ഉറപ്പായ വേളയിൽ ഹിന്ദിനെ വിളിച്ചു പറഞ്ഞു തൻ്റെ ഭാര്യയെ, ഞാൻ പോവുകയാണ്, എനിക്ക് പോകാൻ സമയമായി. ബിലാലിനോടുകൂടെ ഊഷ്മളമായ ജീവിതം ജീവിച്ച പത്നി പറഞ്ഞു, വാ കർബ, എൻ്റെ ദുഃഖമേ, റസൂലുള്ളാന്റെ മുഅദ്ദിനെ, റസൂലുള്ളാന്റെ പൂങ്കുയിലെ, ഷാമിൽ വന്നു ഒറ്റപ്പെട്ടും നിങ്ങൾ എന്നെ സ്നേഹിച്ച് ജീവിച്ചു. എനിക്കറിയാം നിങ്ങൾ മദീനത്ത് നിൽക്കാത്തത് എന്താണ്, പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്നെ ഇട്ട് പോവുകയാണ്. അപ്പൊ പറഞ്ഞു, എനിക്ക് നിന്നേക്കാൾ വലിയ ഒരാളെ കാണണം. ഖദൻ അൽഖൽ അഹിബ്ബ വ മുഹമ്മദൻ വസുഹ്ബ. എനിക്ക് എൻ്റെ അഹിബ്ബായിങ്ങളെ കാണണം, എൻ്റെ മെഹബൂബീങ്ങളെ കാണണം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണം. അവരെന്നെ വിളിക്കുന്നു. റസൂലുള്ള വന്ന് വിളിച്ചിട്ടുണ്ടാവും, ഫാത്തിമ ബീവിയെ വിളിച്ചതുപോലെ. അത്ര ഇൻറ്റിമസി ആയിരുന്നു ഹബീബായ നബിയും ബിലാൽ റളിയല്ലാഹു അൻഹു. പറഞ്ഞു തീർക്കാനാവില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ അഹിബായിങ്ങളെ കാണണം, അവരോട് കണ്ടുമുട്ടാൻ വേണ്ടി പോവുകയാണ്. വ മുഹമ്മദൻ സുഹബാ. ഇന്നാരും കമന്റ് ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ തരിച്ചു പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നലെ കമന്റുകളുടെ ബഹളമായിരുന്നു. ഇപ്പോഴും ആളുകൾ 500-ലേറെ ആളുകളുണ്ട്, ആരും കമന്റ് ചെയ്യുന്നില്ല. സാരമില്ല, ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, കമന്റ് ചെയ്യണ്ട, ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾ ഇപ്പോഴെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത നല്ല കാര്യം. കുറേ ആൾക്കാരെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, നിങ്ങൾ ഷെയർ ചെയ്തോളൂ. ബിലാൽ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ തലേന്നാൾ പറഞ്ഞ കാര്യം നമുക്ക് സ്വപ്നത്തിലെങ്കിലും ഹബീബായ നബി ഒന്ന് കാണാൻ പറ്റുമോ? ഹബീബിങ്ങളെ, നമ്മുടെ എന്താ പറയാ, അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കരഞ്ഞ് പൊളിച്ചു കളയും. അൻസാർ തരിച്ചുപോയി, കരഞ്ഞു പോകുന്നു. ഓക്കെ, കമന്റ് ചെയ്യണ്ട, എൻ്റെ ഒരു ശ്രദ്ധയിലേക്ക് പോകണ്ട. അനസ് റളിയല്ലാഹു അൻഹു പറയാം, മാഹാദിഹിൽ ജഫാ മാമിൻ ലൈല. അനസ് റളിയല്ലാഹു അൻഹു പറയാം, മാമിൻ ലൈല, ഒരൊറ്റ രാത്രിയും കടന്നു പോയിട്ടില്ല. ഇല്ലാ വഅറാ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരൊറ്റ രാത്രിയും പുണ്യനബിയുടെ വഫാത്തിന് ശേഷം കഴിഞ്ഞു പോയിട്ടില്ല എനിക്ക്. ഇല്ലാ അറാ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊരു ഷോക്കിലായി എന്ന് എനിക്ക് മനസ്സിലായി. ഒറ്റ കമന്റും വരാത്തൊരു 10 മിനിറ്റ് കടന്നുപോയി. ഇപ്പോഴാണ് എല്ലാവരും കമന്റ് ചെയ്യുന്നത്. ഫോണിൻ്റെ ഒക്കെ ഏടാന്ന് എനിക്കറിയില്ല. അതോ നിങ്ങൾ മദീനയിൽ ത്രസിച്ച് നിന്നതുകൊണ്ടായിരിക്കും. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരൊറ്റ രാത്രിയും റസൂലുള്ളാന്റെ വഫാത്തിന് ശേഷം കഴിഞ്ഞു പോയിട്ടില്ല. എങ്ങനെ? ഇല്ലാ റാ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഹബീബിനെ കാണാതെ. മാഷാ അല്ലാഹ്, എൻ്റെ ഹബീബ് സ്വപ്നത്തിൽ വരാതെ. ഫിൽ മനാം, എൻ്റെ ഹബീബ് സ്വപ്നത്തിൽ വരാതെ ഒരു രാത്രി പോലും റസൂലുള്ളാന്റെ വഫാത്തിന് ശേഷം കടന്നുപോയിട്ടില്ലെന്ന് അനസ് റളിയല്ലാഹു അൻഹു. ലൈഫിൽ ഒരു തവണ കാണാൻ പറ്റിയ മുഅ്മിനീങ്ങളെ നമുക്ക്. കേൾക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ബിലാലിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയമായി. ബിലാലിനെ അങ്ങനെ നിസ്സാരക്കാരനായി കാണുന്നു. എൻ്റെ ഹൃദയത്തെ വല്ലാതെ ത്രസിപ്പിച്ചു കളഞ്ഞ സ്വഹാബിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. പലരെക്കുറിച്ചും പല പല ചിന്തകളാണ് നമുക്കുള്ളത്. പല സ്വഹാബിയെക്കുറിച്ചും. സ്വർഗത്തിൽ കണ്ടാൽ ഒന്ന് വാരി പുണർന്ന് ആ കറുത്ത ചുണ്ടിൽ ഒരു ഉമ്മ വെക്കാൻ ആഗ്രഹിക്കുന്ന സ്വഹാബിയാണ് ബിലാൽ, അല്ലേ? നമ്മൾ ഈ ബംഗാളികളൊക്കെ ഇവിടെ വരുമ്പോൾ അവരെ വല്ല മൈൻഡും ചെയ്യാറുണ്ടോ? നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയും. അതിനേക്കാൾ അവഗണനയോടെ ജീവിച്ചൊരു സഹാബിയ. പക്ഷെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് പുണ്യനബിയോട്, ബിലാലെ, മെഹറാജിൽ, സ്വപ്ന മെഹറാജിൽ ഞാൻ ഇന്നലെ പോയി. ബിലാലെ, ഞാനിങ്ങനെ സ്വർഗം ചുറ്റി സഞ്ചരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു ചവിട്ടടി ശബ്ദം, ഒരു ചെരുപ്പിൻ്റെ നേർത്ത ശബ്ദം. ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു, ആരാണ് നടന്നു പോകുന്നത് മുന്നിൽ?
ചെരുപ്പിൻ്റെ ശബ്ദം മാത്രമാണല്ലോ. ബിലാൽ പറഞ്ഞു, ജിബ്രീൽ പറഞ്ഞു, അത് ബിലാലാണ് നബിയെ, അങ്ങയുടെ സഹാബി ബിലാലാണ് നബിയെ എന്ന്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ബിലാലിനോട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ആ സമയത്തെ ഒരു പ്രത്യേകത. ബിലാൽ തന്നെ ഉറപ്പാകല്ലേ, ഞാൻ സ്വർഗസ്ഥനാണെന്ന് ഉറപ്പ് കിട്ടില്ലേ. ഈ പ്രപഞ്ചത്തിൽ മരിക്കുന്നതിന് മുമ്പ് സ്വർഗം ഉറപ്പിച്ച കുറെ ആൾക്കാരിൽ ബിലാൽ ബിൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അശ്റത്തു മുബശ്ശിരീൻ ബിലാലില്ല ഉണ്ടോ? പക്ഷെ ബിലാൽ അങ്ങനെ അതിൽ പെടാത്ത കുറെ ആൾക്കാരുണ്ട്. ബിലാൽ റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾ എന്തുട്ടാണ് അമൽ ചെയ്യുന്നത്? എൻ്റെ മുന്നിൽ നിന്ന് റസൂലുള്ളാഹിന്റെ മുന്നിൽ നടക്കുകയാണ്. അതൊരു പ്രതീകാത്മകമായ അവതരണമായിരിക്കും. ജീവിതത്തിലാണെങ്കിൽ റസൂലുള്ളാഹിന്റെ മുന്നിൽ നടക്കുന്നത് അദബുകേടാണ്. പക്ഷെ സ്വർഗത്തിൽ ഒരു ചവിട്ടടി ശബ്ദം ഞാൻ കേട്ടു. ജിബ്രീൽ പറഞ്ഞു, അത് ബിലാലിൻ്റെയാണ്. അത് ബിലാൽ പൊട്ടിക്കരഞ്ഞു റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട്. ഞാനോ ഒരമലും ഇല്ല നബിയെ, പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഞാൻ ദായിമുൽ വളുവാണ് നബിയെ, എപ്പോഴും ഒളു എടുക്കും. ഒരു ഒളു കൊണ്ട് തന്നെ സുബ്ഹ് ളുഹർ അസറൊക്കെ നിസ്കരിക്കും. അതേസമയം ഒളു കൂട്ടിക്കൊണ്ടിരിക്കും. ആ ഒളുവിൻ്റെ സുന്നത്ത് ഞാൻ നിസ്കരിക്കും. അത് അധികാരം ചെയ്യാത്തല്ലേ. നമ്മൾ എത്ര ആൾക്കാർ ഒളുവിൻ്റെ സുന്നത്ത് നിസ്കരിക്കാറുണ്ട്? തഹജ്ജുദും വിത്രമൊക്കെ നിസ്കരിക്കും, ഒളുവിൻ്റെ സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. ഇനിയിപ്പോൾ അത് നിസ്കരിച്ചുകൊണ്ട് നമ്മൾ സ്വർഗത്ത് പോകുന്നതല്ല, അള്ളാഹു സ്വർഗം നൽകട്ടെ. അത് ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റീസും ഓരോ അള്ളാഹുവിന് ചില ഇടപെടലുകളാണ്. അത് പോട്ടെ, അത് വേറെ വിഷയമായി പോകും. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പിന്റെ ശബ്ദം സ്വർഗത്ത് കേട്ടു. ഏത് മനുഷ്യന്? എത്യോപ്യയിലെ അടിമാലയങ്ങളിൽ കുതിരച്ചാണകത്തിൽ കിടന്നുറങ്ങിയ ഒരു മനുഷ്യൻ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബിന്റെ മുന്നിൽ നടന്നു പോകുന്നു എന്ന്. നാളെ സ്വർഗത്തിൽ ബിലാലിനെ കാണാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ബിലാലിന്റെ ബാങ്ക് സ്വർഗത്തിൽ കേൾക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ മദീന മുഴുവൻ ത്രസിച്ച് നിൽക്കുകയാണ് പ്രണയം. ഇത്തിരി മണൽ നിങ്ങൾ വാരി എടുത്തു നോക്കൂ മദീനത്തുൽ മുനവ്വറയിലെ. അതിങ്ങനെ ചെവിയോട് ചേർത്ത് പിടിച്ചു നോക്കൂ. ഇപ്പോൾ 1000 കഥ പറയും മദീനത്തെ മണൽ. കാണുന്നതിലെല്ലാം കൗതുകമുണ്ട്. യാ അല്ലാ, മദീനയിൽ ഞങ്ങൾക്ക് ശരീരം കൊണ്ടുപോകാൻ. ഇപ്പം ഞങ്ങൾ കുറേ സമയമായി റൗള ബിലാലിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. എനിക്കത് മനസ്സിലായി, ഫീൽ ചെയ്തു. പടച്ചവനെ, നീ അതിന് പ്രതിഫലം നൽകണേ തമ്പുരാന്, ഞങ്ങൾക്ക് നീ ഇഖ്ലാസ് നൽകണമേ തമ്പുരാൻ. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു ദുആ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ദുആ ഇറക്കാത്തത്. ഒറ്റക്കുള്ള പ്രാർത്ഥനകളിൽ നിങ്ങൾ എന്നെയും ഞാൻ നിങ്ങളെ ഉൾപ്പെടുത്തും. ഹബീബ് നമ്മളെ സ്വീകരിക്കട്ടെ. ബിലാലിൻ്റെ പള്ളിയിൽ പോകണം. ആ മുറ്റത്ത് ഇങ്ങനെ കറുത്ത വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കട്ടനടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. എല്ലാ ജാടയുടെ ഉടയാളുകളും മാറ്റിവെച്ച് അവിടെ ഇരിക്കുമ്പോൾ, പടച്ചവനെ, ഇവിടെ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടായിരുന്നു എന്ന് ഓർമ്മ വരുമ്പോൾ പ്രസിച്ചു. നമുക്കൊരു മണ്ണായി ജനിക്കായിരുന്നില്ലേ മദീനത്തെ? നമുക്കൊരു പ്രാവായി ജനിക്കായിരുന്നില്ലേ മദീനത്ത്? ഈ 14 നൂറ്റാണ്ട് കഴിഞ്ഞ് ആഖിർ സമാനിൽ വെറുതെ ജനിച്ചു പോയില്ലേ? എന്നാലും റസൂലുള്ളാഹിനെ കാണാതെ പോലും നമ്മൾ ഒരുപാട് സ്നേഹിക്കാൻ ശ്രമിക്കുന്നില്ലേ? യാ അല്ലാഹ്, ഞങ്ങളെ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രയാസങ്ങൾ തീർക്കണമേ. ഞങ്ങളുടെ പ്രവാസികൾക്കെല്ലാം സംരക്ഷണവും നൽകണമേ. താങ്ക് യു. ബഷീർ ഫൈസി ദേശമംഗലം. ഷെയർ ചെയ്ത് പുണ്യം കിട്ടാനല്ല, എനിക്ക് പുണ്യം കിട്ടാനല്ല, ഒരു പക്ഷേ ഈ നന്മയായതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രവാചക സ്നേഹിയുടെ മനസ്സിനെ ത്രസിപ്പിക്കാൻ ഈ ശബ്ദത്തിന് കഴിഞ്ഞെങ്കിൽ അതിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ. ഷെയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു. നാളെ നമുക്ക് മറ്റൊരു വീട്ടിൽ മരിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.